DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ KPCC നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുത്ത വേദിയിലായിരുന്നു CP മാത്യുവിന്റെ വെല്ലുവിളി. മറുപടി പ്രസംഗത്തിൽ CP മാത്യുവിനെ പരിഹസിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പതിറ്റാണ്ടുകളായി ഇടുക്കിയിൽ കോൺഗ്രസ് MLAമാർ ഇല്ലാത്തതിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സണ്ണി ജോസഫിന്റെ പരിഹാസം. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് CP മാത്യുവിനെ നീക്കുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫിന് ഇടുക്കി DCC സ്വീകരണമൊരുക്കിയത്. ആദ്യം DCC പ്രസിഡന്റ് CP മാത്യു സണ്ണി ജോസഫിനെ വാനോളം പുകഴ്ത്തി. അതിനുശേഷമായിരുന്നു CP മാത്യുവിന്റെ വികാരനിർഭരമായ വെല്ലുവിളി. നടക്കുന്ന സമയത്ത് വൈദികൻ അവസാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. കുർബാന അർപ്പിച്ച് അവസാനമാകുമ്പോൾ കത്തോലിക്ക വിശ്വാസികൾക്കറിയാം, ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ എന്നുള്ള ആ ബലിവേദിയിൽ നിന്നുള്ള അവസാനത്തെ വാക്ക് ഞാൻ ആവർത്തിച്ചുകൊണ്ട് ഇനിയൊരു അംഗത്തിന് വരാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി ഞാൻ പുലർന്നാലും ഇല്ലെങ്കിലും കനുവൊന്നും ഇവിടെയെല്ലാം പിടിവെടുക്കുന്ന പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചു, നേതാക്കന്മാരോട് ചോദിച്ചു, ഒരു കനുകൂലവും അവരോട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ പ്രസിഡന്റുമാരോട് മറ്റൊരു പ്രസിഡന്റുമാരോട് ബ്ലോക്ക് പ്രസിഡന്റുമാരോട് ചോദിച്ചു, അവരെയാരെയും കനുകൂലം വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഏതോ ഒരുത്തം വന്ന് ആരെയൊക്കെ കണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ആരെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്താൽ ആ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പിൽ ഇടുക്കിയിലെ കോൺഗ്രസ് തലകുലിക്കയില്ല എന്ന് മിതമായ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്വീകരണത്തിന് മറുപടി പറഞ്ഞുള്ള സണ്ണി ജോസഫിന്റെ പ്രസംഗത്തിൽ ആവേശം അല്പം കൂടിപ്പോയ CP മാത്യുവിന്റെ പ്രസംഗത്തിലെ നാക്കുപിഴവാണ് സണ്ണി ജോസഫ് ആയുധമാക്കിയത്. ഒന്ന് അസംബ്ലി പട്ടിക CP മാത്യു എന്നെ അഭിസംബോധന ചെയ്തപ്പോൾ മണി ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ex-MLA എന്ന് വിളിച്ചു, സണ്ണി ജോസഫ് ex-MLA എന്ന് വിളിച്ചു. അത് എന്തുകൊണ്ടാണ് ഞാൻ ആലോചിച്ചപ്പം ഇടുക്കിയിൽ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഇടുക്കിയിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ആഗസ്തിയെയും മണിയെയും ഒക്കെ അങ്ങനെ വിളിച്ച് CP ശീലിച്ചു പോയി. ആ ശീലം മാറ്റണം. ex-MLA എന്ന് പകരം MLA എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിളിക്കാൻ CPക്ക് കഴിയണം. ഏത് സ്ഥാനത്തിരുന്നാലും ഇനിയൊരു ബലിയർപ്പിക്കാൻ വന്നാലും വന്നില്ലെങ്കിലും. K. സുധാകരന്റെയും സണ്ണി ജോസഫിന്റെയും അടുത്ത ആളായിരുന്ന CP മാത്യു സണ്ണി ജോസഫിൽ നിന്ന് ഇത്തരമൊരു പരിഹാസം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ പ്രതീക്ഷയായി മാറുകയാണ് സണ്ണി ജോസഫിന്റെ CP മാത്യുവിനെതിരെയുള്ള പരിഹാസം. കൈരളി ന്യൂസ്, ഇടുക്കി.